ഹായ്, അസ്സലാമലൈക്കും. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇത് ഞങ്ങൾക്കൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഈ മൈലാഞ്ചി എല്ലാം എൻ്റെ മരുമോൾ കുട്ടി വെച്ചതാണ്. ഒരു എൻ്റെ ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോഷൂട്ടാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ മരുമ കുട്ടി എല്ലാ കാൽക്കും കൈക്കും എല്ലാം മൈലാഞ്ചി വെച്ച് തന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി, നമ്മളെ സ്വന്തം ബ്യൂട്ടി പാർലർ. അവിടെ പോയിട്ട് നമ്മൾ സാരിയെല്ലാം ഒടിപ്പിച്ച് നമ്മൾ ഒരുക്കിയിട്ടെല്ലാം തന്നു. അങ്ങനെ ഒരുങ്ങിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ഫോട്ടോസ് എല്ലാം എടുത്തു. ഇതിപ്പോൾ സെപ്റ്റംബർ 4-ാം തീയതി, എൻ്റെ ആനിവേഴ്സറി സെപ്റ്റംബർ 12-ന്. ഞാൻ പിന്നെ സെപ്റ്റംബർ 12-ന് ആനിവേഴ്സറി ഒന്നും ആക്കുന്നില്ല. മുമ്പ് വിചാരിച്ചിട്ട് എല്ലാം ഒരുങ്ങിയിട്ടുണ്ടായി. എല്ലാ സാരിയും എല്ലാം എടുത്തിട്ട് എല്ലാം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരുക്കത്തിലായിട്ടുണ്ടായി. സാരിയെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഒരുക്കത്തിലുണ്ടായി. പിന്നെ നമുക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മാപ്പിള മരിച്ചിട്ടാകുമ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. എല്ലാം ഒരുങ്ങിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ച ആൾ. പിന്നെ നമുക്ക് വേണ്ടാന്ന് മനസ്സിന് തോന്നി. പിന്നെ ഒരു ഫോട്ടോ നമ്മൾ ഒരുങ്ങിയതിന് വേണ്ടിയിട്ട് എല്ലാം സാധനം എല്ലാം എടുത്തിട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു ഇതാണല്ലേ. അപ്പോൾ എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനെല്ലാം ഭയങ്കര ഇതാണ്, ഈ സാധനം എല്ലാം എടുത്താൽ ഒരു ഫോട്ടോ അങ്ങ് എടുക്കുന്ന. അങ്ങനെ ഞാൻ ഫോട്ടോ ഇതെല്ലാം മുമ്പേ വിചാരിച്ചത്. കഴിഞ്ഞ വർഷം എൻ്റെ മക്കളും ഇല്ല, ഇനി ഹസ്ബൻഡും ഇല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമേ ആക്കുന്നത്. പിന്നെ അപ്പോൾ ആരില്ലാത്തതുകൊണ്ട് ഞാനെന്ത് വേണ്ടാന്ന് വെച്ച് ഞങ്ങളെ ഒരു കേക്ക് കട്ടാക്കിയിട്ടും ഉണ്ടായിരുന്നു. ഈ വർഷം നല്ല വലിങ്ങനെ കഴിക്കണം വിചാരിച്ചിട്ടുണ്ടായി. എല്ലാം ഒരുങ്ങിയിട്ടുണ്ടായി. നല്ലൊരു നമുക്കൊരു മൂടുണ്ടായി എല്ലാം. ഈ വർഷം നമ്മൾ വലിങ്ങനെ ആക്കണം ആനിവേഴ്സറി. ഇനി അടുത്ത വർഷമാകുമ്പോൾ ഞാനും ഉണ്ടാവോ എൻ്റെ ഹസ്ബൻഡും ഉണ്ടാവോ ആരും ഉണ്ടാവും പറയാൻ പറ്റാലല്ലേ. മനുഷ്യന്മാരുടെ സ്ഥിതിയല്ലേ, ആരും ഉണ്ടാവും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജീവിച്ചിട്ട് ഇരിക്കുമ്പോൾ സന്തോഷിക്കണം. പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് പറയില്ല നമ്മൾ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ലായിട്ട്. അങ്ങനെ ഹസ്ബൻഡ് ഇല്ലാത്ത ദുഃഖമുണ്ട്. ഈ വർഷം ആക്കാം, അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമെന്നിട്ട് നമുക്കറിയില്ലല്ലോ. അങ്ങനെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും പെങ്ങളെ മാപ്പിള മരിച്ചുകൊണ്ട് എനിക്ക് വേണ്ട എന്നെ മനസ്സിലേക്കായി. പിന്നെ ഞാൻ എല്ലാം എടുത്തിട്ട് വെച്ചുകൊണ്ട് മക്കളെല്ലാം പറഞ്ഞ് വീഡിയോ ഷൂട്ടിംഗ് എല്ലാം ആക്കും, നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഇരിക്കട്ടും, ഉമ്മാൻ്റെ എങ്ങനെ ഒരുങ്ങിയാലോ ഉമ്മാൻ്റെ ഒരു ആസല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് എൻ്റെ ഫ്രണ്ടെല്ലാം പറഞ്ഞിട്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൗസറെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ എല്ലാം എടുത്തിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ കൊസിയാക്കി. അന്നത്തെ ദിവസം കൊസിയായി. ഇത് സെപ്റ്റംബർ 4-ാം തീയതി. പിന്നെ നമുക്ക് സെപ്റ്റംബർ 8-ാം തീയതി ആകുമ്പോൾക്ക് നമ്മൾ ബീച്ചിക്ക് വെറുതെ ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചത്. പോയിട്ട് നമുക്ക് പിന്നെ അവിടെ നമ്മൾ പോയിട്ട് നമുക്ക് അവിടെ എൻ്റെ മക്കളെല്ലാം പറഞ്ഞ് ഇന്ന് തന്നെ ഉമ്മാൻ്റെ ആനിവേഴ്സറി ആക്കാമെന്ന്. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൗസറും ഫാത്തിമയും വന്നു. എല്ലാവരും വിളിച്ചിട്ടുണ്ടായി. ഞാൻ എല്ലാവരും വരും, ഫ്രണ്ട്സുമാരൊന്നും വന്നിട്ട വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരും. കൗസറും ഫാത്തിമ വന്നിട്ടുണ്ട്, പിന്നെ ആരും വന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും വരുന്ന് ആ ബീച്ചിക്ക് തന്നെ വന്ന് റകലയില്ല അല്ലേ എന്നിട്ട് അവർക്കും ഒരു ബുദ്ധിമുട്ടാലോ വരുവാൻ. ഇവിടെയൊക്കെ വരുമ്പോൾ ഞങ്ങളെ കുറച്ച് ഉള്ളു സൈഡ് പോരാ. അപ്പോൾ അവർക്ക് വരുമ്പോൾ കഷ്ടമല്ല. അവിടെ ബീച്ചിക്ക് തന്നെ വന്നങ്ങ് റകലയില്ല. ബീച്ചിക്ക് തന്നെ എല്ലാവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായി. അവർ ആരും വന്നിട്ട. പിന്നെ ഞങ്ങളുടെ നല്ല കൊസിയാക്കി കുറേ റീൽസ് എല്ലാം എടുത്ത് ഫോട്ടോ എടുത്ത് ഞാനും കൗസർ ഫാത്തിമ എൻ്റെ മരുമോൾ അനിയത്തിമാർ മരുമോ 2 മക്കളും എല്ലാം കൂടി നമ്മൾ കൊസിയാക്കി. അവിടെ എല്ലാം കൊസിയാക്കി നമ്മൾ വന്ന്. പിന്നെ നമുക്ക് 12-ാം തീയതി നമുക്ക് അന്നൊരു സന്തോഷമില്ല, വേണ്ട എന്നെ വിചാരിച്ച് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സുമാർ സർപ്രൈസായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു സൂചന കിട്ടി. ഒരു 11 മണിയാകുമ്പോൾ എനിക്കൊരു സൂചന കിട്ടി, ഒരു വരുന്നത് പോയിന്ന് 12 മണിയാകുമ്പോൾ വരുന്നു എന്നുള്ളൊരു സൂചന. അങ്ങനെ പെട്ടെന്ന് പാഞ്ഞിട്ട് പോയിട്ട് വീടെല്ലാം ഒത്തരാക്കി ഫുഡെല്ലാം കുറച്ചെല്ലാം ആക്കിയിട്ട് നമ്മൾ കഴിയുന്നതെല്ലാം ആക്കിയിട്ട് പിന്നെ എൻ്റെ നേരത്തെ ആരോട് ഞാൻ പറഞ്ഞിട്ടാ. എൻ്റെ മൈമുഞ്ഞാരെ എനിക്ക് പിരിസത്തില്ല, കുബ്രയും മൈമുഞ്ഞാ പറഞ്ഞ ഓരോടാരോട് ഞാൻ പറഞ്ഞിട്ട് ഓർക്ക് അറിഞ്ഞിട്ട് ഓരെന്താക്കി കുബ്ര കേക്ക് കൊണ്ടുവന്ന്. മൈമുഞ്ഞ
പിന്നെ എനിക്ക് ഡ്രസ്സെല്ലാം കൊണ്ടുപോകും. ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഓർ എന്നെ സർപ്രൈസ് ആയിട്ട് എല്ലാം എൻ്റെ ഫ്രണ്ട്സുമാറും എൻ്റെ പിരിച്ചപ്പെട്ട മൈമുഞ്ഞയും കുബൂറ് എല്ലാവരും ഓർ അറിഞ്ഞിട്ട് തന്നെ ഇത് സർപ്രൈസാക്കി. അപ്പം ഞാൻ എന്തൊക്കെ എല്ലാവരും വരുന്ന എനിക്കൊരു സൂചന കിട്ടീന്. അപ്പം ഞാൻ എന്തൊക്കെ എല്ലാം കുറച്ച് ഫുഡെല്ലാം ആക്കിയിട്ട് എനിക്ക് കഴിയുന്ന പോലെ ആക്കിയിട്ട് വെച്ച്. പിന്നെ ഓരെല്ലാം വന്നിട്ട് നമുക്ക് ഒസിയായി, എനിക്ക് ഒസിയായി എന്താ. ഞാൻ പിന്നെ അന്നത്തെ ദിവസം എന്ത് വേണ്ട വിചാരിച്ചു. പിന്നെ ഓർ വന്നിട്ട് നമുക്ക് ഒസിയായി. പിന്നെ അവർക്ക് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മര്യാദ വെക്കണമല്ലോ. അവൻ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ അവർ അറിയാത്ത പറഞ്ഞാൽ എനിക്ക് ബേജാറാട്ടി. ഞാൻ പിന്നെ ഒരു സൂചന എനിക്ക് കിട്ടിയോണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ച്. അപ്പോൾ നമുക്ക് കൊസ്യുമായി. അവർ വന്നിട്ട് പോയിട്ട് കൊസ്യു. പിന്നെ കുറേ സർപ്രൈസ് വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു. അത് നബിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ഡിലീറ്റായിട്ട് പോയി. അതെല്ലാം നിങ്ങൾ കണ്ടാൽ നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൊസ്യായിട്ട്. ഇത് നമുക്ക് പിറ്റേന്ന് നമ്മൾ മൈൻഡി വെച്ചത് ഇങ്ങനെ വെച്ച്. നമുക്ക് ആനിവേഴ്സറി കൊണ്ട് തന്നിട്ടല്ല ഇങ്ങനെ വെച്ചത്. ഇത് കുബ്രവാളുന്ന കേക്ക്, ഇത് ബ്രൗണി, പിന്നെ ഡോനറ്റ് അതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ക്യാരറ്റ് പോള, കായ്പോള, പിന്നെ ഇത് പുഡിങ്, പിന്നെ എന്തിപ്പോൾ കുറേ ഉന്നക്കായി കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുലാബ് ജാമുൻ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കേക്ക്, ആ കേക്ക് ഡ്രീം കേക്ക് ഞാൻ ഉണ്ടാക്കിയത്. അതെല്ലാം ചായ അതെല്ലാം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്ത്. പിന്നെ നാഷ്ടക്ക് ബീഫിൻ്റെ കറിയും, പിന്നെ ഉത്തപ്പം, പിന്നെ മാഞ്ചി ഫ്രൈ, പിന്നെ മന്തി കുറേ അങ്ങനെല്ലാം ഉണ്ടാക്കി. എല്ലാം ആക്കി ഞാൻ മസാമാക്കി എല്ലാവരും. ചിക്കൻ കറി, ഇത് കുറേ ദിവസമായാലും എനിക്ക് മറന്നതിന് കുറേ എന്തെല്ലാം ഉണ്ടെന്ന്. ഇത്ര തന്നെ ഞാൻ പറഞ്ഞ ഇത്ര തന്നെ. ഓക്കെ, ബൈ.